അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്ന ആപ്ലിക്കേഷൻ്റെ മുന്നേ ഞാൻ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തരാണ്. അഥവാ നമ്മൾ പ്രഡിക്ഷൻ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് നിങ്ങളെല്ലാവരും അറിയിക്കുകയാണ്. അഥവാ നമ്മൾ അഥവാ ടിറങ്കയുടെ ഗെയിം കളിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന പ്രഡിക്ഷൻ ഗ്രൂപ്പാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലൂടെ ഏൺ ചെയ്ത് പലരും നമുക്ക് മെസ്സേജ് അയച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ 900 700 ഡെയിലി വിഡ്രോ ചെയ്തുകൊണ്ടേയിരിക്കുന്ന പലരും നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് ഡെയിലി ഇതേപോലെ ആയിരങ്ങളും പതിനായിരങ്ങളൊക്കെ സിമ്പിളായിട്ട് മണി ഏൺ ചെയ്യാൻ താല്പര്യമുള്ള നിങ്ങൾ ഈ സൈഡിൽ കാണുന്ന സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ജസ്റ്റ് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ പേയ്മെൻറ്റ് പ്രൂഫ്. ഇതൊന്ന് വിഡ്രോ ചെയ്തതാണ്. ഇവിടെ ഡേറ്റ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. 3863 1 രൂപ പോലും കുറയാതെയാണ് നമുക്ക് ആ ഒരു പേയ്മെൻറ്റ് കിട്ടുന്നത്. അവിടെ TDSോ മറ്റോ ഒന്നും പിടിക്കുന്നില്ല. അത് നമ്മൾ ഗെയിം കളിക്കുമ്പോൾ തന്നെ ഓൾറെഡി പിടിച്ചിട്ടുണ്ടാവും. ചെറിയൊരു എമൗണ്ടേ പിടിക്കുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്ത് മണി ഏൺ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ കമ്മ്യൂണിറ്റിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, നമ്മുടെ ടെലഗ്രാമിൻ്റെയും. അപ്പോൾ അതിൽ ജോയിൻ ചെയ്ത് നമ്മളെ സപ്പോർട്ട് മുഴുവനായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട, മാക്സിമം എമൗണ്ട് ഏൺ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അഡാർ ഐറ്റം റൈറ്റിംഗ് ജോബാണ്. അഥവാ ഡെയിലി നിങ്ങൾക്ക് നല്ല രീതിയിൽ എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റാവുന്ന ഒരു റൈറ്റിംഗ് ജോബ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് യൂസ് ചെയ്ത് മണി ഏൺ ചെയ്യാൻ പറ്റാവുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ്. ഫ്രീലാൻസറായിട്ട് നിങ്ങൾക്ക് റൈറ്റിംഗ് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇവരുടെ പ്രത്യേകത അല്ലെങ്കിൽ അവരുടെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് രജിസ്ട്രേഷൻ. അഥവാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 രൂപ പോലും കൊടുക്കാതെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാം. അതോടൊപ്പം ഹയസ്റ്റ് വേജ് അവർ നിങ്ങൾക്ക് തരുന്ന കൂലി എന്ന് പറയുന്നത് വളരെ വലുതാണ്. പിന്നെ 24/7 സപ്പോർട്ടും ഉണ്ട്. അതോടൊപ്പം തന്നെ കൺസ്റ്റൻ്റായിട്ട് നിങ്ങൾക്ക് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ തരും. അതോടൊപ്പം തന്നെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വർക്കിംഗ് ടൈം, നിങ്ങൾക്ക് ഏത് ടൈമിലാണ് നിങ്ങൾ ഫ്രീ ആവുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു വർക്ക് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ ENL വെറൈറ്റീസും ഉണ്ട്, ESL വെറൈറ്റീസും ഉണ്ട്. ENL വെറൈറ്റീസ് പറഞ്ഞു കഴിഞ്ഞാൽ നേറ്റീവായിട്ട്, അഥവാ നിങ്ങളുടെ മാതൃഭാഷ ഇംഗ്ലീഷ് ആണെന്നുണ്ടെങ്കിൽ, അഥവാ നിങ്ങൾക്ക് പുറത്തൊക്കെ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് നമ്മൾ വീഡിയോ പല ഭാഗത്തുനിന്ന് കാണുന്നവരുണ്ട്. അപ്പോൾ UK എന്നോ യൂറോപ്പിൽ നിന്നൊക്കെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ENL കൊടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. അവർക്ക് കൂടുതൽ പേയ്മെൻറ്റ് കിട്ടും. അതോടൊപ്പം തന്നെ ESL വെറൈറ്റീസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ താമസിച്ച് ഈ ഒരു ജോബ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ESL വെറൈറ്റീസാണ്. അവ ഇപ്പോൾ ഇവിടെ ലാസ്റ്റ് കിട്ടിയ ടോപ്പായിട്ട് പേയ്മെൻറ്റ് കിട്ടിയ ആൾക്കാരുടെ ഇതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മന്ത്ലി പേയ്മെൻ്റ് ആണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, $4,912 കിട്ടിയിട്ടുള്ളത്. കംപ്ലീറ്റ് ചെയ്തത് 118 ഓർഡേഴ്സാണ്. 118 ഓർഡേഴ്സിൽ ടോട്ടൽ വന്നത് 316 പേജസാണ് ടോട്ടൽ റൈറ്റ് ചെയ്തത് അവർ. അഥവാ ഞാൻ വെറുതെ പറയല്ല, $4,912 ഇന്ത്യൻ റുപ്പീസ് എന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഏകദേശം 4 ലക്ഷം രൂപയോളം ഒരു മാസം തന്നെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു അഡാർ ഐറ്റം. ഇത് പുറത്തുള്ളവരുടെ കാര്യമാണ് പറഞ്ഞത്. ഇനി ഇന്ത്യൻ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് $3,000, വേറെ ഏകദേശം 2,900 ആണല്ലോ. അപ്പോൾ $1,000 പറഞ്ഞു കഴിഞ്ഞാൽ 80,000 റുപ്പീസായി. അപ്പോൾ 3,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. ഏകദേശം 2.5 ലക്ഷം രൂപേൻ്റെ അടുത്ത് നിങ്ങൾക്ക് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ ഇവരുടെ എംപ്ലോയേഴ്സ് സ്കോർ കണ്ടോ, 4.15ൽ 4.1ഉം അവർക്കുണ്ട്. പിന്നെ ആവറേജ് റേറ്റേഴ്സ് മന്ത്ലി ഏണിങ്സ്, അഥവാ നിങ്ങൾക്ക് ഏറ്റവും ടോപ്പായിട്ട് പെർഫോം ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബേസിക്കോ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഡോളേഴ്സാണ് $1,738. ആവറേജ് ഡോളേഴ്സാണ് കേട്ടോ. ആവറേജ് മന്ത്ലി ഇൻകം ആണ് അവിടെ കാണിച്ചിട്ടുള്ളത്. 1000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 80,000 ആയി. അതിൻ്റെ മുകളിൽ 1,700 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് അറിയാമല്ലോ, 1 ലക്ഷത്തി അല്ലെങ്കിൽ 1.5 ലക്ഷത്തിൻ്റെ അടുത്തൊക്കെ നിങ്ങൾക്ക് എമൗണ്ട് ഏൺ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇവരുടെ മെയിനായിട്ടുള്ള കണ്ടൻസ് വരുന്നത് ബയോളജി, ബിസിനസ് സ്റ്റഡീസ്, കമ്പ്യൂട്ടർ സയൻസ്, കെമിസ്ട്രി, മാർക്കറ്റിംഗ്, IT, വെബ്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നമുക്ക് വേറെ രീതിയിൽ ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്തെടുത്ത് അതിൽ നിന്നും എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് കോപ്പി പേസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് നിങ്ങൾക്കും ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കുന്നുണ്ടാവും, എനിക്ക് ബിസിനസ് സ്റ്റഡീസിനെ കുറിച്ചിട്ടോ ബയോളജിനെ കുറിച്ചിട്ടോ കമ്പ്യൂട്ടർ സയൻസിനെ കുറിച്ചിട്ടൊന്നും എനിക്കറിയില്ല എന്ന് കരുതി നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട. നിങ്ങൾക്കും ഇതിൽ അവസരമുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള വഴികൾ ഞാൻ അവസാനമായിട്ട് പറഞ്ഞുതരാം.
അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോം അവൈലബിൾ ആയിട്ടുള്ള കൺട്രീസാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഇന്ത്യയും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ USA, ഇന്ത്യ തുടങ്ങിയിട്ടുള്ള പാകിസ്ഥാൻ തുടങ്ങിയിട്ടുള്ള എല്ലാ അർജൻറ്റീന അങ്ങനെ തുടങ്ങിയിട്ടുള്ള അധിക രാജ്യങ്ങളും അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിൽ രജിസ്റ്റർ ചെയ്ത് എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് നമുക്ക് റിക്വസ്റ്റ് കൊടുത്ത് നമുക്ക് എങ്ങനെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഞാനിനി കാണിക്കാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടി ഫസ്റ്റ് നിങ്ങൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങളുടെ സ്കിൽസ് കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ച് ഈ ഒരു CV പോലെയുള്ള ഈ ഒരു സംഭവം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൽ കംപ്ലീറ്റ് ചെയ്യാൻ കൂടുതലൊന്നുമില്ല. ഫുൾ നെയിം, ലാസ്റ്റ് നെയിം, നിങ്ങളുടെ നെയിമിൻ്റെ ഫസ്റ്റും ലാസ്റ്റും കൊടുക്കുക. അതോടൊപ്പം തന്നെ ജെൻഡർ, കൺട്രി, സിറ്റി പോലത്തുള്ള ബേസിക് ആയിട്ടുള്ള നോളജ് മാത്രമേ ഇവിടെ ആദ്യമായിട്ട് ചോദിക്കുന്നുള്ളൂ. ഓരോന്നെന്തെങ്കിലും ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നതോടൊപ്പം നിങ്ങൾക്ക് ഡൗട്ടുള്ള കാര്യങ്ങൾ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ സംശയിക്കുന്ന ഒന്നാണ്, ഇവിടെ നാറ്റീവ് ലാംഗ്വേജ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് കൊടുക്കണം? നിങ്ങൾക്ക് ഹിന്ദി അറിയെങ്കിൽ ഹിന്ദിയോ ഇംഗ്ലീഷോ മലയാളം ഏതെങ്കിലും കൊടുക്കുക. നിങ്ങളുടെ മലയാളമാണ് ബേസിക്, പക്ഷേ മലയാളം കൊടുക്കുന്നതിനേക്കാൾ മറ്റുള്ള ലാംഗ്വേജ് നിങ്ങൾക്ക് അറിയെങ്കിൽ അത് കൊടുക്കുന്നതായിരിക്കും ബെസ്റ്റ്. നിങ്ങൾക്ക് പെട്ടെന്ന് ജോബ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നീട് നിങ്ങളോട് ചോദിക്കുന്നത് വേറെ ഏതൊക്കെ ലാംഗ്വേജാണ്, അത് നിങ്ങൾ കൊടുക്കുക. പിന്നെ അതിന് ശേഷം നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ അറിയുന്ന അല്ലെങ്കിൽ റൈറ്റ് ചെയ്യാൻ കഴിയുന്ന ലാംഗ്വേജസ് ഏതൊക്കെയാണെന്നുള്ളത് അവിടെ കൊടുക്കുക. ജസ്റ്റ് അനദർ കൊടുത്ത് നിങ്ങൾക്ക് മലയാളം അറിയെങ്കിൽ മലയാളം ടൈപ്പ് ചെയ്യാൻ കറക്റ്റായിട്ട് അറിയെങ്കിൽ മലയാളം കൊടുക്കുക. പിന്നെ വേറെ ഏതെങ്കിലും ലാംഗ്വേജ് നിങ്ങൾക്ക് അറിയെങ്കിൽ അതും കൊടുക്കുക. എനിക്കറിയുന്ന അതാണ് ഞാൻ കൊടുക്കുന്നത്. നിങ്ങൾക്ക് അറിയുന്നത് മാക്സിമം കൊടുക്കുക. അതായിരിക്കും നിങ്ങൾക്ക് പെട്ടെന്ന് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും സഹായിക്കുക. അപ്പോൾ നിങ്ങളുടെ ഒരു ഡിഗ്രിയിൽ ഏറ്റവും ലാസ്റ്റ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് കൊടുക്കുക. മാത്രമല്ല നിങ്ങൾക്ക് ഇവിടെ ഏതിലൊക്കെ വിഷയങ്ങൾ മാക്സിമം നിങ്ങൾക്ക് ഇതിൽ ഏതൊക്കെ വിഷയങ്ങളിലാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളത് നിങ്ങൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ മാക്സിമം കൂടുതൽ കൊടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ജോബ് കിട്ടാനുള്ള അവസരം ഇവിടെ കൂടും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ നമുക്ക് ഇതിൽ നിന്നും കിട്ടുന്നതാണ്. അപ്പോൾ ഒരു 5 പ്ലാറ്റ്ഫോമുകളൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം നിങ്ങൾ സ്പെഷ്യലൈസ് ചെയ്തത് ഏതിലാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് അതാണ് നമുക്ക് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ നിങ്ങൾ ചോദിച്ചിട്ടുള്ളത് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പരിചയം ഉണ്ടോ എന്നുള്ളതാണ്. എനിക്ക് കുറച്ച് പരിചയമുള്ള ജാവ പ്രോഗ്രാമിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ മാത്രം കൊടുക്കുക. അത് പിന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് എവിടെ നിന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് യൂട്യൂബ് ആണെങ്കിൽ യൂട്യൂബ് എന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും യൂട്യൂബ് കൊടുത്താൽ മതി. യൂട്യൂബ് കൊടുക്കുക. ഓക്കെ, അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഒരു കോഡ് എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കൊടുക്കുക. പിന്നെ ഐ അഗ്രി എന്നുള്ള ആ ഒരു സംഭവം കൊടുത്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകും. അത് കൊടുത്ത് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫേം ഇമെയിൽ എന്നുള്ള ഈ ഒരു ഇതിലേക്കാണ് നിങ്ങൾ വരുന്നത്. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇമെയിൽ കയറിയിട്ട് നിങ്ങൾക്ക് കൺഫേം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇമെയിൽ നിങ്ങളെ തന്നെയാണെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഇതേപോലെ കൺഫർമേഷൻ ഇമെയിൽ വന്നു കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ഹിയർ എന്ന് കൊടുത്ത് നിങ്ങൾക്ക് കൺഫേം ഇമെയിൽ എന്നുള്ള ക്ലിക്ക് ചെയ്ത് ഇമെയിൽ കൺഫർമേഷൻ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ എന്തോ ഒരു സൈറ്റിന് ഇഷ്യൂ ഉണ്ട്, ഞാൻ ചെക്ക് ചെയ്തിട്ട് ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ അത് കൺഫർമേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ വെരിഫൈഡ് കാര്യങ്ങൾ ഇവിടെ വന്നു. ഓക്കെ, ഇനി നിങ്ങളുടെ ID കാര്യങ്ങളൊക്കെ ഇവിടെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട്, അഥവാ നിങ്ങൾ കൊടുത്ത ID എന്തെങ്കിലും ഒരു ID ഗവൺമെൻറ് ID കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ സബ്മിറ്റ് സ്റ്റാർട്ട് നൗ എന്നുള്ളതിൽ കയറി നിങ്ങൾക്ക് ഈ ടെസ്റ്റുകൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒന്ന് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റാണ്, പിന്നെ ഷോർട്ട് എസ്സേ, പിന്നെ ഇത്രയും ടൈം ഡ്യൂറേഷൻ ആയതുകൊണ്ട് ഞാനിനി അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ ഒരു ജോബ് ചെയ്യാൻ കഴിയുന്ന ഒരാളാണെങ്കിൽ ഇത് ഈ സിമ്പിളായിട്ട് ഈ ഒരു സ്റ്റാർട്ട് നൗ എന്നുള്ള ആദ്യം നിങ്ങൾ ഫയൽസ് അപ്ലോഡ് ചെയ്യുക, ദെൻ നിങ്ങൾ സ്റ്റാർട്ട് നൗ എന്ന് ക്ലിക്ക് ചെയ്ത് ഇതിൽ ഓരോ ടെസ്റ്റുകൾ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഇത്തരമുള്ള വീഡിയോ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓൾ ഓഫ് ദം താങ്ക് യു ഫോർ വാച്ചിങ്.